അപ്പോൾ ഒരുപാട് സന്തോഷം കളങ്കാവലിന്റെ റെസ്പോൺസ് എല്ലാം കേൾക്കുമ്പോഴത്തേക്ക്. നല്ല റെസ്പോൺസ് ആണ്, ഭയങ്കര സന്തോഷം. മമ്മൂക്കയുടെ കൂടെ വണ്ണിൽ നമ്മൾ കണ്ടു. ശരിക്കും നോക്കുകയാണെങ്കിൽ ചേച്ചി ചെയ്യുന്ന റോൾസ് എല്ലാം ഇല്ലേ ഭയങ്കര സെലക്റ്റീവായിട്ടാണ് ചെയ്യുന്നത്. ബട്ട് ഇപ്പം വണ്ണിലൊക്കെ ആണെങ്കിലും വളരെ കുറച്ച് സമയമേ ഉള്ളൂ ആ മൂവിയിൽ. ബട്ട് നമുക്ക് പിന്നീടാണെങ്കിലും ആ ഒരു റോള് ചെയ്ത ആൾ ഇയാളാണ് നമുക്ക് അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്ന റോൾസാണ്. അപ്പോൾ എങ്ങനെയാണ് സിനിമ ചൂസ് ചെയ്യുന്ന രീതി? അത്രയും സെലക്റ്റീവായിട്ട് അങ്ങനെയാണോ മൂവി ചൂസ് ചെയ്യുന്നത്? ആണ്. അതായത് സിനിമയിൽ ഇപ്പം നമ്പർ ഓഫ് മൂവീസ് തന്നെ ഞാൻ ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പം ടോട്ടാലിറ്റി നമ്മൾ നോക്കും. അതിനൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ക്യാരക്ടർ നമ്മളൊരു മൂവി ചെയ്യുമ്പം നമ്മുടെ ക്യാരക്ടറിന് അതുപോലെ ഇമ്പോർട്ടൻസ് ഉണ്ടോ, എന്തെങ്കിലും ആസ് ആൻ ആക്ടർ നമുക്ക് അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണം. അപ്പൊ അത് നോക്കാറുണ്ട്. അത് സിനിമയിൽ എത്ര സീൻസ് ഉണ്ട് ഉള്ളതല്ല, ആ ഒരു സീനാണെങ്കിലും അതിനകത്ത് നമുക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്. ഇപ്പൊ ഇതും അതുപോലെ തന്നെയാണ്. ഇതിനകത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പല സ്പെക്യുലേഷൻസ്, ഇങ്ങനെ ഇത്ര 22 ഹീറോയിൻസ്, 23 ഹീറോയിൻസ്, 24 ഹീറോയിൻസ് എന്നൊക്കെ. അപ്പൊ എന്തായാലും അതിലൊരാളാണെങ്കിൽ പോലും എൻ്റെ ക്യാരക്ടറിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് സ്റ്റോറി നറേറ്റ് ചെയ്തപ്പോൾ തന്നെ തോന്നിയതുകൊണ്ടാണ് അത് ചെയ്തത്. നമ്മളെ അന്വേഷിച്ചാണോ മൂവി നല്ലതാന്ന് പറയാൻ വേണ്ടി? അപ്പോൾ എന്തായാലും വണ്ണിന്റെ കാര്യം പറഞ്ഞപ്പോഴേക്ക് ഇപ്പൊ നമ്മൾ മമ്മൂക്ക സിനിമകളിൽ മമ്മൂക്കയ്ക്ക് ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റുകൾ, മമ്മൂക്കയുടെ അടുത്ത സിനിമകളിലും ഒക്കെ നമ്മൾ കാണാം. ഇപ്പൊ അസീസിക്ക ആണെങ്കിലും മമ്മൂക്ക ഇങ്ങനെ നോട്ട് ചെയ്യുന്നത് പോലെ കാണാറുണ്ട് നമ്മൾ നല്ല നല്ല ആക്ടേഴ്സിനെ. അപ്പോൾ അതുപോലെ തന്നെ ചേച്ചി ആണെങ്കിൽ ഇപ്പൊ വൺ ചെയ്തു, വീണ്ടും മമ്മൂക്കയുടെ തന്നെ ഒരു അടുത്ത സിനിമയിൽ വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് തോന്നുന്നു? അതൊരു വലിയ ബ്ലെസ്സിങ് ആയിട്ട് തന്നെ തോന്നുന്നു. കാരണം ഇതിനിടയ്ക്ക് എനിക്ക് മമ്മൂക്കയുടെ കൂടെ നടക്കാതെ പോയൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. കാരണം ആ സീക്വൻസ് കംപ്ലീറ്റ്ലി അതിൽ നിന്ന് അതിൻ്റെ റെലവൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അത് മാറ്റിയിരുന്നു. അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഫൈനലായിട്ടും നടക്കാതെ പോയ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു മമ്മൂക്കയുടെ കൂടെ തന്നെ. അതും മമ്മൂക്കയുടെ പേരായിട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വിളിക്കുന്നത് ഈ മൂവിയാണ്. അതും മമ്മൂട്ടി കമ്പനിയുടെ തന്നെ പ്രോജക്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതാണ് പിന്നെ വിളിക്കുന്നത്. അപ്പോൾ അത് വലിയൊരു സന്തോഷം തന്നെയാണ്. കാരണം വീണ്ടും നമ്മളെ ഇപ്പം ഇതിൽ ഇപ്പം ഡയറക്ടറും റൈറ്ററും പറഞ്ഞത് അവർക്ക് കാസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആക്ടേഴ്സിലൊരു ആളായിരുന്നു ഞാൻ. അപ്പോൾ അത് പ്രൊഡക്ഷൻ ടീം അവരുടെ ടീമിനോട് പറഞ്ഞപ്പോൾ അവരും അത് ഓക്കെ പറഞ്ഞു എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ വലിയൊരു സന്തോഷമാണ്. ക്യാരക്ടർ എഴുതുമ്പോൾ അല്ലെങ്കിൽ ആലോചിക്കുമ്പോൾ നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നത് വലിയ ഭാഗ്യം. അത് ശരി. ഒരു ക്യാരക്ടർ എഴുതുന്ന സമയത്ത് നമ്മളുടെ മുഖം മനസ്സിലോട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? അത് വണ്ണിലും അങ്ങനെ തന്നെയായിരുന്നു. കാരണം ഡയറക്ടർ വിളിക്കുമ്പോഴും എന്നോട് പറഞ്ഞിരുന്നു അത് ഗായത്രിയെ കൊണ്ട് ഗായത്രി ചെയ്യണം എന്ന് ആഗ്രഹം കൊണ്ട് തന്നെ എന്നെ വിളിച്ചതാണ് എന്നുള്ളത്. അപ്പൊ അങ്ങനെ കേൾക്കുമ്പോൾ വലിയൊരു സന്തോഷം. ഓപ്ഷൻസ് അല്ലാണ്ട് നമ്മളെ ഇങ്ങനെ മനസ്സിൽ ഫസ്റ്റ് ആയിട്ട് തന്നെ നമ്മളെ പ്രിയോറിറ്റി നമുക്ക് തരുമ്പോഴത്തേക്ക് വലിയൊരു സന്തോഷം. അതെ. ഇപ്പൊ മമ്മൂക്കയായിട്ടുള്ള ഇന്ററാക്ഷൻ സെക്കൻഡ് മൂവിയാണ്. ശരിക്കും എല്ലാവരും പറയുമല്ലോ മമ്മൂക്കയുടെ അടുത്ത് എല്ലാവർക്കും ഒരു റെസ്പെക്റ്റ് ആണ്, ചിലർക്ക് പേടിയുണ്ട്. എന്താണ് മമ്മൂക്കയോടുള്ള ഒരു ഇമോഷൻ? ആദ്യം പേടിയായിരുന്നു, റെസ്പെക്ട്ഫുള്ളി ഉള്ള ഒരു ചെറിയ ഭയം അങ്ങനെയായിരുന്നു. ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും അതേ റെസ്പെക്റ്റ് തന്നെ ഉണ്ട്. പക്ഷെ ആ ഭയം കുറച്ചൊന്ന് മാറി. കാരണം അദ്ദേഹത്തിനോട് കുറച്ചുകൂടെ അധികം നേരം അടുത്തിരുന്ന് സംസാരിക്കുമ്പോഴും ഒക്കെ നമുക്ക് തരുന്നൊരു കംഫർട്ട് ഉണ്ട്. എല്ലാ ആക്ടേഴ്സും പറയുന്നതാണിത്. പറയുമ്പോൾ ഭയങ്കര ക്ലീഷയായിട്ട് തോന്നും, പക്ഷെ അത് സത്യമാണ്. കാരണം നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഇതുപോലെ ഒരു വലിയ നടനാണെന്നോ വലിയൊരു ലെജൻഡ് ആണെന്നോ നമ്മളെ തോന്നിപ്പിക്കാത്ത രീതിയിൽ നമ്മളെ കംഫർട്ട് ആക്കും. ഈവൻ നമുക്ക് ചെറിയ ചെറിയ ടിപ്സ് അതിൻ്റെ ഇടയിലൂടെ പറഞ്ഞു തരാം. പിന്നെ അദ്ദേഹത്തെ ഒബ്സർവ് ചെയ്യുന്നത് തന്നെ നമുക്കൊരു ലേണിംഗ് പ്രോസസ് വളരെ കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാം. കാരണം വണ്ണില് എനിക്ക് ആകെ ഒരു സീനേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനിത് വേറൊരു ഇന്റർവ്യൂവിലും പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചിരുന്നു നമ്മളെ ഓപ്പോസിറ്റ് നിന്ന് ഡയലോഗൊക്കെ പറയുന്ന ആർട്ടിസ്റ്റുകൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാവില്ലേ എന്നൊക്കെ. കാരണം എനിക്ക് വണ്ണിലും ഡയലോഗ് സീക്വൻസ് ഇല്ല. ഇതിലങ്ങനെയല്ല, ഇതിൽ കുറച്ച് ഡയലോഗ്സ് ഉണ്ട്. പക്ഷെ അപ്പോഴൊക്കെ എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ചെറിയൊരു മോഡുലേഷൻ വരെ നമുക്ക് പറഞ്ഞു തരും. അതായത് ഡയറക്ടർ ഒരു സാധനത്തിന് ഒരു സ്ട്രെസ് കൊടുത്ത് പറഞ്ഞൊരു സീക്വൻസ് ഉണ്ടായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ. അപ്പൊ അതില് എനിക്കത് 2 പ്രാവശ്യം പറഞ്ഞിട്ടും ശരിയാവാതെ നമുക്കത് ഫുൾ പറഞ്ഞു തന്ന് അതൊക്കെ വലിയൊരു അത് ഏത് സീനാണെന്ന് ചിലപ്പോൾ മൂവി കണ്ടു കഴിയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവുമായിരിക്കും അല്ലേ മമ്മൂക്കയായിട്ടുള്ള ഒരു സീൻ ഏതാണെന്ന്. നമ്മൾ കളങ്കാവലിന്റെ ആദ്യത്തെ നിങ്ങളുടെ പ്രസ് മീറ്റ് സമയം നോക്കിയാണെങ്കിലും നിങ്ങളെല്ലാവരെയും ഇങ്ങനെ മമ്മൂക്ക മുന്നോട്ട് നയിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു, എല്ലാ ആർട്ടിസ്റ്റുകളെയും. അതെ, അത് ഞങ്ങള് അതായത് ഇതിനകത്ത് ഇപ്പം ക്യാരക്ടേഴ്സിനെ ആരെയും ഒന്നും റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആകെ മമ്മൂക്കയും വിനായകൻ ചേട്ടനും പിന്നെ ജിബിൻ ചേട്ടനെ മാത്രമാണ് നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ടിട്ടില്ല. പിന്നെ രജിഷയുടെ ഒരു ക്യാരക്ടർ പോസ്റ്റർ വന്നു.
അപ്പം ക്യാരക്ടേഴ്സ് വളരെ കുറവുള്ള മൂവിയാണ് എന്നൊക്കെയുള്ള ഒരു സ്പെക്കുലേഷൻ ആദ്യം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഈ ഹീറോയിൻസിനെ തന്നെ ഫുൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തന്നെ ഒരു ഇവന്റ് ഇവർ പ്ലാൻ ചെയ്തത്. അതെ അതെ, അത് അതിന് ഹീറോയിൻസിനെ തന്നെ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഉള്ളൊരു ഇവന്റ് ആയിരുന്നു. അതിൽ എല്ലാവരെയും സ്റ്റേജിൽ വിളിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അതെ, നമ്മുടെ വിനായകൻ ചേട്ടനോ? വിനായകൻ ചേട്ടനായിട്ട് എനിക്ക് കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആ ഇവന്റിലാണ് ഞാൻ നേരിട്ട് കാണുന്നത്. അന്ന് ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ട് എനിക്ക് അങ്ങനെ സംസാരിക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ ഇനിയിപ്പം പരിചയപ്പെടാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയാണെങ്കിലും നമുക്ക് കളങ്കാവലയും ഇപ്പൊ നമുക്ക് നമ്മുടെ ഓഡിയൻസിന് ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും അല്ലേ? കിട്ടുന്ന ഫീഡ്ബാക്സിൽ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടാണ് ഫീഡ്ബാക്സ്. ഇതുവരെ എനിക്കൊരു നെഗറ്റീവ് ഞാൻ കണ്ടില്ല. എനിക്കും പേഴ്സണലി എനിക്ക് തോന്നുന്നു വണ്ണിന് എനിക്ക് അന്ന് പക്ഷെ കോവിഡ് സമയമായിരുന്നു. ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, വൺ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയിരുന്നെങ്കിൽ അതിന് കിട്ടേണ്ട റെസ്പോൺസ് വളരെ വലുതായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഹ്യൂജ് തിയേറ്റർ റെസ്പോൺസ് കിട്ടുന്നത് എനിക്ക് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയാം. അതൊരു വലിയ സന്തോഷം. എന്തായാലും എല്ലാവർക്കും മമ്മൂക്കയുടെ ഒരു കംബാക്ക് ആണ്. പിന്നെ ഞാനും 5 വർഷത്തിന് ശേഷമാണ് മമ്മൂക്കയുടെ കൂടെ ഒരു മൂവി ചെയ്യുന്നത്. ഒരു ഗ്യാപ്പിന് ശേഷമാണ് എൻ്റെ ഒരു മൂവി വരുന്നത്. അപ്പോൾ അതൊക്കെ എല്ലാം കൊണ്ടും വളരെ സന്തോഷം. ഈ പറഞ്ഞല്ലോ ഒരുപാട് കോൾസ് വന്നു എന്നൊക്കെ, ആ കൂട്ടത്തില് ഏറ്റവും ഹാപ്പിനെസ് കിട്ടിയ ഒരു കോൾ ഏതാണ്? എനിക്ക് ഫസ്റ്റ് റെസ്പോൺസ് കിട്ടിയത് സിനിമ ഇറങ്ങുന്നതിന് ഒക്കെ മുമ്പ് എഡിറ്റർ പ്രവീണാണ് എനിക്ക് ആദ്യത്തെ മെസ്സേജ് അയച്ചത്. സിനിമ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളതും എൻ്റെ പോർഷൻ നന്നായിട്ടുണ്ടെന്നുള്ളതും അത് ഫസ്റ്റ് എഡിറ്ററാണ് ആദ്യത്തെ റെസ്പോൺസ് തന്നത്. ഇപ്പൊ നമ്മൾ ഈ കളങ്കാവലിന് നിങ്ങളുടെ ആ ഒരു ഹീറോയിൻ ഇൻട്രൊഡ്യൂസിങ് ടൈമിൽ, ആ ഒരു പ്രസ് മീറ്റ് ടൈമിൽ വിനായകൻ ചേട്ടൻ മമ്മൂക്കയുടെ അടുത്ത് ഇങ്ങനെ റെസ്പെക്ട്ഫുള്ളി നിൽക്കുന്ന ഒരു ഇതും, അതുകൂടാതെ തന്നെ നമ്മുടെ ഭീഷ്മയ്ക്കകത്തിലെ പ്രസ് മീറ്റിന്റെ സമയത്ത് ശ്രീനാഥ് ബാസി വരുന്നതും, അതുപോലെ ഷൈൻ ടോമിന്റെ കൂടെ ഉള്ളത്, അത് മൂന്നും കൂടെ വെച്ചിട്ട് ലൈക്ക് ഇവരുടെ അല്ലാണ്ടുള്ള ഇന്റർവ്യൂസിലൊക്കെ ഇച്ചിരി കൂടെ ഹൈപ്പറായിട്ട് ബിഹേവ് ചെയ്യുന്നതും, മമ്മൂക്കയുടെ അടുത്ത് വരുമ്പോൾ എല്ലാവരും ഒതുങ്ങി ഒരു ടീച്ചറിന്റെ അടുത്ത് ഒരു കുട്ടി ഇരിക്കുന്ന പോലെ ഇരിക്കുന്നതായിട്ടുള്ള റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും എന്തായിരിക്കും ആ ഒരു ഡിഫറൻസ്? എനിക്ക് തോന്നിയ ഒരു കാര്യം ഉണ്ടല്ലോ, അതൊരിക്കലും മമ്മൂക്കയുടെ കൂടെ നിൽക്കുമ്പോൾ ഓഫ് കോഴ്സ് എല്ലാവരും അദ്ദേഹത്തിനോടുള്ള റെസ്പെക്റ്റും ഒക്കെ ഉണ്ടാവുമെങ്കിലും പല സിറ്റുവേഷൻസിലെ അവരുടെ റിയാക്ഷനാണ് അത് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവരോട് ചോദിക്കുന്ന, അവരെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ മീഡിയയുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളിൽ മാത്രമാണ്. അല്ലെങ്കിൽ എത്രയോ ഇപ്പൊ വിനായകൻ ചേട്ടൻ തന്നെ വളരെ റീസെന്റ് കളങ്കാവലിന് കൊടുത്തൊരു ഇന്റർവ്യൂ, എത്ര മാന്യമായിട്ടാണ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എത്ര സമാധാനത്തോടെയാണ് അദ്ദേഹം വളരെ റെലവെന്റ് ആയിട്ടുള്ള ആൻസേഴ്സ് നൽകുന്നത്. അപ്പോൾ അതേ സമയത്ത് തന്നെ മറ്റൊരു ഇന്റർവ്യൂവിൽ പ്രൊവോക്ഡ് ആയിട്ട് അദ്ദേഹം ഇറങ്ങി പോവുകയും ചെയ്തു. അത് നമ്മൾ കണ്ടിരുന്നു. അപ്പം ചോദിക്കുന്ന ചോദ്യങ്ങളും ആ സിറ്റുവേഷനും അനുസരിച്ച് തന്നെയാണ്. എല്ലാവരും മനുഷ്യരല്ലേ, അതനുസരിച്ച് റിയാക്ട് ചെയ്യുന്നതായിരിക്കാം. അതിപ്പം മമ്മൂക്കയുടെ കൂടെ ഉള്ളതിൻ്റെ ആ സിറ്റുവേഷൻ്റെ ഒരു റെസ്പെക്ട് തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും. അല്ലാതെ സമയങ്ങളിൽ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇന്റർവ്യൂസിലൊക്കെ അവരെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടായിട്ടായിരിക്കും അവർ ആ രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവുന്നത്.